നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് കുർത്തി കളക്ഷൻസ് കാണിക്കാം. അതിനകത്ത് മെയിനായിട്ട് ക്രിസ്മസ് കളക്ഷൻസാണ്. ക്രിസ്മസ് റെഡ് ആൻഡ് വൈറ്റ് ഞാൻ റീൽസ് കാണിക്കുമ്പോൾ എല്ലാവരും അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ കുർത്തി എപ്പോഴും അങ്ങനെ കാണിക്കുന്നില്ലാത്തതുകൊണ്ട് കണ്ടോ, അടിപൊളിയല്ലേ, നല്ല ഒന്നാന്തര ഹാൻഡ് വർക്ക്, ഇങ്ങനെ ഗാദേഴ്സൊക്കെ ചെയ്ത് നല്ല പ്ലീറ്റഡ് അയണിങ് ഒക്കെ ചെയ്ത് ജോർജറ്റ്, ബ്ലൂമിങ് ജോർജറ്റാണ് മെറ്റീരിയൽ. എ ലൈനാണ്, സ്ലിറ്റഡാണ്, കയ്യിൽ സ്ലിറ്റില്ല കേട്ടോ. M2XX ആണെന്ന് തോന്നുന്നു സൈസും റേറ്റും ഒക്കെ സ്ക്രീനിലുണ്ട്. നോക്കിയാൽ മതി. അടിപൊളിയായിട്ട് ക്രിസ്മസിന് പോകാൻ പറ്റുന്ന കുർത്തി കേട്ടോ. നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഇടുകയും ചെയ്യാം, നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം. എന്നാലൊരു നല്ല പാർട്ടി വെയർ ആണ് താനും കേട്ടോ. ഇനി വൈറ്റ് കാണിക്കാം. എല്ലാം ഉണ്ട്, ക്രീമും വൈറ്റും എല്ലാം ഉണ്ട്. എന്താ നല്ല സിമ്പിളായിട്ട് എലഗൻ്റായിട്ട് ചെയ്ത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഗ്രീനും ഗോൾഡും വൈറ്റും കൂടെ മിക്സായിട്ട് ഹാൻഡ് വർക്ക്. ഫ്രണ്ടിൽ മാത്രം ഗാദേഴ്സ് കൊടുത്തിട്ട് ചെയ്തിരിക്കുക. ഇതും എ ലൈനാണ്. ഇങ്ങനെ ഒരുമാതിരി വരുന്ന മുക്കാലും എ ലൈനാണ് ഈ ക്രിസ്മസ് കുർത്തീസ് വരുന്നതിനകത്ത്. എ ലൈനാണ്, കയ്യിൽ ലൈനിങ് ഇല്ല. ഇനി ഇത് നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ളൊരു കുർത്തിയാണ്. ജ്വൽ നെക്ക് വരുന്നത്. ഇതുണ്ടോ, നെക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ നിന്നാണ് ഇങ്ങനത്. നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ മോഡൽ. നല്ല ക്രിസ്മസ് ഡാർക്ക് ചില്ലി റെഡ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത്, ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത നല്ല രസം ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം നല്ല ഇണക്കമാണ് ഈ ഒരു നെക്ക് വരുന്നത്. സൗണ്ട് കുറവാണോ? ഒരു അടുത്തത് ഇതേ വൈറ്റ്. അതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് കണ്ടോ, നെക്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ഗോൾഡൻ്റെ ഒരു കട്ട് ബീഡ്സ് കൊടുത്തിരിക്കുക. എന്നിട്ട് താഴോട്ട് ഇങ്ങനെ നല്ല ഭംഗിയാട്ടോ, നല്ല ഭംഗിയാണ്. വൈറ്റ് ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ അതാ പറയുക, എവിടെ വേണമെങ്കിലും ഇടാം. ഏത് ഒക്കേഷനിലും നമുക്ക് ഇടാവുന്ന ഒരു ഐറ്റമാണ് വൈറ്റ്. ഞാൻ കാണട്ടെ. നല്ല രസമല്ലേ, കാണിച്ചതാ കാണിക്കത്തത് മനസ്സിലായി. ഇതും നല്ല ഗാദേഴ്സ് ചെയ്ത ആലിയ മോഡലിലുള്ള കുർത്തി കണ്ടോ. ഓക്കെ, ഇതിൻ്റെ എല്ലാം കളേഴ്സാണ് നിങ്ങൾ കണ്ട. നല്ല ഡാർക്ക് ചില്ലി റെഡ്, ഡാർക്കാണ്. അതായത് ബ്ലൂമിങ് ജോർജറ്റിൽ നല്ല ഡാർക്കായിട്ട് വരും. നല്ല ഭംഗിയായിട്ട് പ്ലീറ്റഡ് അയണിങ് ചെയ്ത് ഗാദേഴ്സ് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലൊരു വർക്കും ഒക്കെ ആയിട്ട്, എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട്, കയ്യിലും ആ ഒരു വർക്ക് വന്നിട്ട് ഇതിന് കൈക്കും ലൈനിങ് ഉണ്ട് കേട്ടോ. കൈക്കും ബോഡിക്കും ഒരുപോലെ ലൈനിങ് ഉണ്ട്. ഇനി ക്രിസ്മസ് കളേഴ്സിലൊന്ന് നമ്മുടെ ഗ്രീൻ കളർ കണ്ടോ. ഇത് നമ്മുടെ വത്തിക്കാൻ ജോർജറ്റ് ഇല്ലേ, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള മെറ്റീരിയലാണ് വത്തിക്കാൻ ജോർജറ്റ് എന്ന് പറയുന്നത്. ഇത് കോട്ട് സെറ്റാണ് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും, ഫ്രണ്ടിൽ ഒരു ചെറിയ പ്ലീറ്റഡ് അയണിങ്ങും കൊടുത്തിരിക്കുക. പ്ലീറ്റഡ് അയണിങ് നല്ല ഇതായിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട്, നല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഗാദേഴ്സിൻ്റെ ഒരു, ചിലർക്ക് ഗാദേഴ്സ് ഇഷ്ടമില്ലെങ്കിലും അത് കുഴപ്പമില്ലെന്ന് ഗാദേഴ്സിൻ്റെ ഗാദേഴ്സ് അതിൻ്റെ മുഴുവൻ എഫക്റ്റ് കിട്ടും. ബോട്ടം വരുമ്പോൾ ഇങ്ങനെ ബാക്കിൽ എലാസ്റ്റിക്, ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നിട്ട് ലൂസായിട്ട്, അത്യാവശ്യം ലൂസായിട്ട് കോട്ട് സെറ്റിൽ വരുന്നവർ. പിന്നെ ഇപ്പോൾ കാണിച്ചില്ലേ ആ റെഡ്, അതിൻ്റെ തന്നെ വൈറ്റ്. നിങ്ങളുടെ കളർ കോഡ് ഏതാണോ അത് വാങ്ങിച്ചോളൂ. നല്ല വൈറ്റ്. ഇത് കണ്ടോ, ഗാദേഴ്സ് കണ്ടോ, ഭംഗിയായിട്ടിരിക്കുന്നു കണ്ടോ. ഇനി ഇത് വേണ്ട, നല്ല ഹാൻഡ് വർക്ക്, നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക്. ഇന്ന് അടുത്തൊന്നും ഹാൻഡ് വർക്ക് എന്താ ചെയ്തിരിക്കുന്നത്, നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നെക്കിൽ കൊടുത്തിരിക്കുക. അതും നല്ല മെറൂണ്. ഇത് എന്താ കയ്യിൽ കളർ വ്യത്യാസപ്പെട്ടാണോ, ഡാർക്കാണോ ലൈറ്റാണോ? ഇത് അത്യാവശ്യം ഡാർക്ക് കളർ കേട്ടോ. ഇത് ഫോട്ടോ ഇതിനകത്ത് കാണുമ്പോൾ ഒരുമാതിരി ഭയങ്കര ബ്രൈറ്റ്നെസ് കൂടുതലാണെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര ഡാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഡാർക്ക് തന്നെയാണ്. നല്ല റെഡ് കളർ, ക്രിസ്മസ് റെഡിനകത്ത് പെടുന്ന റെഡ് കളർ. മുമ്പേ കാണിച്ച ഇതിൻ്റെ വൈറ്റ് ഗ്രീൻ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ വൈറ്റ്.
ഇതും വത്തിക്കാൻ ജോർജറ്റാണ് മെറ്റീരിയൽ. ഇത് സ്ലിറ്റഡാണ് കേട്ടോ. ഇതിന് ആദ്യത്തെ ഒന്ന് നോക്കിക്കോട്ടെ, അതും അങ്ങനെ തന്നെയാണ്. ഇത് ഗാദേസും വന്നിട്ടുണ്ട്, പിന്നെ സ്ലിറ്റഡും കൂടിയാണ്. ലൈനിങ്ങും ഇട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ബോട്ടം ഉണ്ട്, കോട്ട് സെറ്റാണ്. ഇനി വേറൊരു പ്ലീറ്റഡ് മോഡൽ വേണേൽ ഫ്രോക്കായിട്ടും കൂടി ഇടാൻ പറ്റുന്ന ഒരു കോട്ട് സെറ്റ്. ഇതും ഈ പറഞ്ഞാൽ വത്തിക്കാൻ ജോർജറ്റാണ്. അതിൻ്റെ പ്ലീറ്റ്സ് പോയിരിക്കുന്നത് ഇവിടുന്നേ പ്ലീറ്റ്സ് പോയിരിക്കുക, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പ്ലീറ്റ്സ് പോയിരിക്കുക. അത് തന്നെ ബോട്ടം ഉണ്ടോ. ഇത് മുമ്പേ കാണിച്ചപ്പോൾ ഞാൻ ഫസ്റ്റിലേ കാണിച്ചില്ലേ, ഒന്നിച്ച് കാണിച്ചാൽ മതിയായിരുന്നു. ഫസ്റ്റ് വേറെ കളറാ ആണോ? ഭയങ്കര ഡാർക്കായിട്ടുള്ള ഇതാണ്, നേവി ബ്ലൂ ആണ്. ആദ്യം കാണിച്ച ഫസ്റ്റ് കാണിച്ച മെറൂണിൻ്റെ, ഇപ്പം കാണുന്നതാണ് കറക്റ്റ് കളർ എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് കാണിച്ച മെറൂണിൻ്റെ വേറെ കളറ്, നേവി ബ്ലൂ കളറ് കണ്ടോ. അടുത്തത് വൈറ്റ്, സിമ്പിൾ വൈറ്റ് എന്നല്ല, സിമ്പിൾ വർക്ക് വൈറ്റ്. ഇങ്ങനെ ഗാദേഴ്സ് എല്ലാം കൊടുത്തിട്ട് ഇതെല്ലാം ഞാൻ റീൽസ് നമ്മളിടുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ഇത് നല്ല ഡാർക്ക് മെറൂണാണ് കേട്ടോ. ഇതിൻ്റെ നല്ല സ്ക്വയർ നെക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു വീഡിയോയ്ക്കകത്ത് ഞാനിത് ഇട്ടിട്ടുണ്ട്. പല്ലായുടെ ഓൺ ക്രിസ്മസ് ഐറ്റം. ഇത് കണ്ടോ, നല്ല പ്ലേറ്റഡ് ഐനിങ്ങും ലേസ് വർക്കും ചെയ്ത്, കയ്യിലും ഇങ്ങനെ ലേസ് വർക്കെല്ലാം ചെയ്ത്, നല്ല ലെങ്ത് ഉണ്ട്. ഒരു 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഇനി അതിൻ്റെ തന്നെ വേറൊരു ബ്ലൂ ഞാൻ വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുള്ള, അന്നപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു. അത് ഇതുണ്ടോ, ഗാദേഴ്സ് ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് ഐനിങ് ചെയ്തിട്ടുള്ള നല്ല കുർത്തി. എന്നിട്ടിങ്ങനെ ഇവിടെ ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്, കയ്യിലും ആ ലേസ് വർക്ക്. നല്ലൊരു ബ്ലൂ ആണ്, നല്ല എന്നാ പറയുന്നത്, പീക്കോക്ക് ബ്ലൂ. ഈ ക്രിസ്മസ് റെഡ് വേണോ? ഇതൊക്കെ നേരെ കളർ കാണണം കേട്ടോ, നമ്മൾ കടിക്കാൻ തോന്നുന്ന രീതിക്കുള്ള കളേഴ്സാണ് ഈ ഒരു റെഡൊക്കെ. പിന്നെ ആലിയ മോഡലിൽ ചെയ്തിരിക്കുന്നു. നിങ്ങളിതിപ്പം കറക്റ്റ് എൽ സൈസ് എം സൈസാണ്, നിങ്ങൾക്ക് അത് എമ്മിനും എക്സലിനും ഇടയ്ക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ ചിലപ്പം ഓൾട്രേഷൻ ചെയ്യേണ്ടി വരുള്ളൂ. എൻ്റെയൊക്കെ ലാർജ് സൈസാണ്, എനിക്ക് ഒന്നും ചെയ്യണ്ട. ഇതിപ്പോൾ ഉണ്ടോ, ഇവിടെ ടക്ക് വരെ ഇട്ട് കറക്റ്റാക്കിയിരിക്കുക, ബാക്കിയൊന്നും തൂങ്ങിയൊന്നും കിടക്കത്തില്ല. പക്ഷെ നമ്മുടെ സൈസ് കറക്റ്റ് ആണെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ സൈസ് രണ്ട് സൈസിന് ഇടയ്ക്ക് മിക്സ് ആണെങ്കിൽ ചിലപ്പോൾ അത് റെഡി ആകത്തില്ല. ഇതേ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്ത ഡാർക്ക് മെറൂൺ വരുന്ന പിന്നെ രസം നോക്കും. നിങ്ങൾ നോക്കി, ഹാൻഡ് വർക്കിന് തന്നെ ഇതാവും. നല്ല സംഭവം, നല്ല ഹാൻഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത്. അതുകൊണ്ടോ നല്ല ലെങ്തിയാണ്. ഇത്രയും എനിക്ക് അത്യാവശ്യം പൊക്കമുള്ള ഒരാളാണ്. അപ്പം ഓവർ പൊക്കമില്ല, 5 അടി 3 ഇഞ്ചാന്ന് തോന്നുന്നു, അത്രയും പൊക്കമുണ്ട്. അപ്പം എനിക്ക് ഇത്രയും ലെങ്ത് വരുന്നു, 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇതിന് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. കുർത്തിയുടെ കളക്ഷൻസ് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടവർ സ്ക്രീനിൽ നോക്കിയോളൂ, നോക്കിയിട്ട് അത് ബുക്ക് ചെയ്യുക. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നത് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്